ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ഊട്ടിയിലാണ് കേട്ടോ. ഞങ്ങൾ വേളാങ്കണ്ണിയിലായിരുന്നു ആദ്യം പോയത്. അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ 1 മണിയായപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചത്. കാരണം രാത്രിയിലാവുമ്പോൾ വലിയ ട്രാഫിക്കും റോഡിൽ വലിയ തിരക്കൊന്നും കാണില്ലല്ലോ. അപ്പം നമുക്ക് ഊട്ടിയിൽ എത്താമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ രാത്രി 1 മണിക്ക് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ എത്തിയത് പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ എത്തിയത്. ഓൾറെഡി തന്നെ നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, റൂമും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഊട്ടിയിലെ കാഴ്ചകൾ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ വെള്ളങ്കണ്ണിൽ ഭയങ്കര ചൂടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വീടുകളൊക്കെ കണ്ടില്ല എന്ത് രസം അടുക്കി വെച്ചേക്കുന്നത്. ഇതാണ് ഹോട്ടൽ മഹാരാജാസ്. ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആകെ ടയർഡാണ് എല്ലാവരും. കാരണം എല്ലാവർക്കും ഒന്ന് റൂമിൽ കിടന്നാൽ മതി, വന്നാൽ മതി എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നേരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റൂമിൽ വന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്ത റൂം. ടിവിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ. അതിനുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അലമാര, ടേബിള്, ചെയർ, ചെറിയൊരു സെറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റൂമാണ്. ബാത്റൂമും അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റൂമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്ന്. ഞങ്ങൾക്ക് നടത്തി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഗാർഡൻ ഉള്ളത്. വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു കേട്ടോ, വൈകുന്നേരം. അതുകൊണ്ട് ഭയങ്കര തിരക്കുമായിരുന്നു. അതുമാത്രമല്ല അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാനായിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഈ ഗാർഡൻ്റെ ഉള്ളിൽ എൻട്രി ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഏതൊക്കെ ഗാർഡനാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ അവർ എഴുതിയേക്കുണ്ട്. ജപ്പാന്, അതുപോലെ തന്നെ ഇറ്റാലിയൻ ഗാർഡൻ, അങ്ങനെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തൊക്കെ ഉള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് വായിച്ചൊക്കെ നോക്കാൻ പറ്റും ഏതൊക്കെ ഗാർഡനാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് എൻട്രി ഫീസ്. 126th 126ാമത്തെ ഫ്ലവർ ഷോ ആയിരുന്നു ഞങ്ങൾ ചെല്ലുന്ന ദിവസം. ഇതൊന്നും ഞങ്ങൾ അറിയാതെയാണ് അവിടെ ചെന്നത്. ഈ ഡിസ്നി വേൾഡ് എന്നൊക്കെ അവർ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയ ഒരു ഗാർഡനാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡന്. അതുപോലെ തന്നെ 1848 ഇത് മാർക്കിസ് എന്ന് പറയുന്ന വിദേശിയാണ് ഈ ഗാർഡൻ നിർമ്മിച്ചത്. 53 ഏക്കറോളം വരുന്ന ഈ ഗാർഡന്. ഇവിടുത്തെ ടൈമിങ് രാവിലെ 7 തൊട്ട് വൈകിട്ട് 6:30 വരെയാണ്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഇവർ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ചെന്ന അന്നത്തെ ദിവസം ഫ്ലവർ ഷോയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. ഓരോ ഫ്ലവറിൻ്റെ താഴെ അതിൻ്റെ സ്പീഷ്യസും ഓരോ ചെടികളുടെ താഴെയും അതിൻ്റെ പേരും സ്പീഷ്യസും ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലല്ല അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു. ഒന്നാമത്തെ ഫ്ലവർ ഷോയും കൂടെ ആയതുകൊണ്ട് പലതരത്തിലുള്ള ഒരുപാട് ചെടികളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഡിസ്നി വേൾഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് മുഴുവൻ ജാസ്മിനും റോസ് ഫ്ലവറുമാണ്. അതിൻ്റെ നടുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന സ്റ്റാച്ചുകളെല്ലാം അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് മുഴുവനും ഫ്ലവേഴ്സ് കൊണ്ടാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിരുന്നു. നമുക്ക് കാണാനാണെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനും ഒക്കെ അടിപൊളിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവരിവിടെ തീവണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ടാണ് അവരിതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ കാണുന്നതാണ് ഇന്ത്യയുടെ മാപ്പ് കണ്ടോ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ, കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ തോന്നി.
ഏക്കർ കണക്കിന് വരുന്ന ഈ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്ന ഫ്ലവേഴ്സ് ആണെങ്കിലും ഡെക്കറേഷൻസും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് മുകളിലോട്ട് മലയുടെ മുകളിലോട്ടാണ് കയറുന്നത്. അവിടെയൊക്കെ അവർ ഒരു സെക്ഷൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടി അവർ വെക്കുന്നെങ്കിൽ ആ സെക്ഷൻ ആ ചെടിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മലയുടെ മുകളിലോട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മഴയായതുകൊണ്ടാണ് ഒരുപാടൊന്നും കയറാഞ്ഞത്, കാരണം പെട്ടെന്ന് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. മലയുടെ മുകളിലൊക്കെ തേടി താഴോട്ട് കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. കാരണം ഈ ബൊക്കെയൊക്കെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. ഫുൾ റോസ് കൊണ്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മുകളിലോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു മല പോലാണ് കേട്ടോ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ മലയുടെ മുകളിൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ എന്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ അറിയാവോ ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. മഴ ആയതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ ഗാർഡനെക്കുറിച്ച് അറിയുള്ളായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഈ 126ാമത്തെ ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ടാണ് അന്ന് ഇവിടെ ആണെങ്കിൽ ഗാനമേളയും കാര്യങ്ങളും പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണേണ്ടവർക്കൊക്കെ ഇരുന്ന് കാണാമായിരുന്നു. ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു. നമുക്കിനി ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ സീഡുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. രാത്രി ഇരുട്ടായി തുടങ്ങിയപ്പോഴേക്കും അവർ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അവിടെ ഓടിക്കളിച്ച് നടക്കുകയും അവിടുത്തെ ലൈറ്റിങ്ങും അവിടുത്തെ ഫുള്ള് ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ മഴയായതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലാതെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഊട്ടിയിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇനി അവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പിന്നെയും വേറെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകാലെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.